രേഖാമൂലം അറിയിപ്പ് കൊടുക്കേണ്ടതല്ലേ? രേഖാമൂലം കൊടുത്തത് വാട്സപ്പിലാണോ രേഖാമൂലം? അല്ല, മെയിൽ ചെയ്തു. ഞങ്ങൾക്ക് കോടതിയുടെ വിധി വന്ന അങ്ങനെയാണ്. കൗൺസിൽ പാർട്ടി ലീഡേഴ്സിന് മെയിൽ ചെയ്തു. പിന്നെ രേഖാമൂലം നിർബന്ധമായും അറിയിക്കേണ്ടത് ഇതിൽ അഫക്റ്റഡ് പാർട്ടീസ് ആയിട്ടുള്ള കൗൺസിലേഴ്സ്. അവരെ കൃത്യമായിട്ട് രേഖാമൂലം അറിയിച്ചു. അവരുടെ കയ്യിൽ നിന്ന് റിക്വസ്റ്റ് അവർ തന്നു. അവരെ രേഖാമൂലം അറിയിച്ചു. റിസീവ്ഡ് കോപ്പി വാങ്ങിയിട്ടുണ്ട്. അവരെയാണ് നിർബന്ധമായിട്ടും അറിയിക്കുന്നത്. കളക്ടറെ ഗവൺമെന്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ജില്ലാ കളക്ടറെ കമ്മ്യൂണിക്കേറ്റ് ഒരുപാട് പോയി. ഇപ്പൊ തെരുവുനായ പഠിച്ചപ്പോൾ സുപ്രീം കോടതി ഭരണാധികാരി ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു പരാതി. അതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യം. അതൊക്കെ അത് വിശകലനം ചെയ്യേണ്ട ഫോറത്തിൽ വിശകലനം ചെയ്യട്ടെ. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം കിട്ടി. സർട്ടിഫൈഡ് കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ കോമ്പറ്റന്റ് അതോറിറ്റിയുടെ മുമ്പിൽ വെച്ച് പെർമനന്റ് സംവിധാനത്തിൽ ചെയ്യണം. അക്കാര്യങ്ങൾ 100% മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും ആരോഗ്യസ്ഥിതികളെ കുറിച്ച് പറഞ്ഞില്ല. കാല് കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് എക്സ്റേ എടുത്തു, പൊട്ടലില്ല. കാലിൽ പൊട്ടൽ അവിടെ കുറച്ച് ഡിസ്ലൊക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവർ അതിനുള്ള പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഒരു 2 ദിവസം കൂടെ മെഡിസിൻ ഡെപ്യൂട്ടി മേയറുടെ ഒരു വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു. കുറച്ച് സഫോക്കേഷൻ ഉണ്ട്. പക്ഷേ രാത്രി തന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. രാവിലെ വിളിച്ചിട്ടുണ്ട്. എല്ലാം മാനേജബിൾ. ഞാൻ ഒരു കാര്യം മാധ്യമപ്രവർത്തകരോട് പറയാം. സമരം ജനാധിപത്യത്തിൽ സ്വാഗതം. ജനാധിപത്യം ചടുലമാണോ? ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. സമരങ്ങളൊക്കെ തന്നെ ജനാധിപത്യത്തിലാണ്. പക്ഷേ ഇത് ഏറ്റവും സാധാരണക്കാർ വരുന്ന സ്ഥാപനമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റിയൊക്കെ തന്നെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ആ സമയത്ത് കൗൺസിലർമാർക്ക് ഇതിനകത്ത് പ്രകടനം നടത്താറുണ്ട്, ധർണ നടത്താറുണ്ട്, ഒക്കെ ചെയ്യാം. ഞങ്ങൾ ചെയ്യും. പക്ഷേ കടന്നു വരുന്ന ഈ ഡോറിൻ്റെ സൈഡിൽ സമരം ചെയ്യുന്നതിന് അവരുടെ ജനാധിപത്യ അവകാശത്തിന് ഞങ്ങൾക്ക് ഉപയോഗിക്കും. ഞങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യും. പക്ഷേ ഈ ഡോറിൻ്റെ മുൻപിൽ തന്നെ ചേർത്തിട്ട് അവിടെ കടക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് എടുക്കുകയും ബലപ്രയോഗം ചെയ്യുന്നത് ജനങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാൻ വരുന്നവരെ തടസ്സപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഭരണത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്ന മുറികൾ അതിനകത്തേക്കും പുറത്തേക്കും കടക്കുവാനുള്ള സാഹചര്യം തടസ്സപ്പെട്ടു. സമരം, എല്ലാ സമരത്തെയും ന്യായമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും, എല്ലാ സമരത്തെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഓരോ പാർട്ടിക്ക് സ്വാതന്ത്ര്യം കൊണ്ട് അവരുടെ സമരം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കുക. മേയർ റൂമിൽ കയറാൻ സമ്മതിക്കില്ല, മേയർ കയറിയാൽ ഇറങ്ങാൻ സമ്മതിക്കില്ല. കോർപ്പറേഷൻ ഓഫീസിലെ കസേര എടുത്തിട്ട് മേയറുടെ ഡോർ ബ്ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് പുറകിലൊരു ഡോറുണ്ടല്ലോ, നിങ്ങൾ അതിലെ കൂടെ കയറിക്കോളൂ എന്ന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, മുൻ മന്ത്രിമാർ തന്നെ പറയുന്നു. അങ്ങനെയുള്ള രീതിയിലുള്ള സമരം നിയോഗിക്കാൻ സാധിക്കില്ല. സമരം ചെയ്യുന്നവരോട് കോർപ്പറേഷൻ്റെ വസ്തുവകകൾ നശിപ്പിക്കുന്നു. ഞങ്ങൾ 5 വർഷം പ്രതിപക്ഷത്തെ നല്ല സമരങ്ങൾ ചെയ്യും. ഒരു കടലാസ് പോലും ഇവിടെ നിങ്ങൾക്ക് ഞങ്ങളിതിൻ്റെ 30 ദിവസം ഇവിടെ സത്യാഗ്രഹം ഒരു പൊതുമുതലും ഞങ്ങൾ നശിപ്പിക്കും. അപ്പോൾ പിന്നെ ഒരു കാര്യമുള്ളത്, ഇവിടെ ഇപ്പോൾ ഒരുപാട് ജനങ്ങൾ വരുന്നു. ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 200 മുതൽ 250 പേർ വരെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് മേയറെ കാണാനല്ലേ വരും. ഏറെക്കുറെ എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പോൾ ഒരു മാസം ഒരു 6000-7000 പേര് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയമുണ്ടാകുന്ന തരത്തിലുള്ള നിലപാടുകൾ, അവരൊക്കെ തന്നെ വളരെ സാമ്പത്തികമായൊക്കെ പിന്നോക്കത്തിൽ ദൂരത്തൊക്കെ വരുന്നു. അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് കോർപ്പറേഷൻ്റെ ദൈനംദിന പ്രവർത്തനം തടസ്സപ്പെടുത്തും. അപ്പോൾ ഞങ്ങൾ തെരുവുനായ്ക്കളുടെ പ്രശ്നം പരിഹരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് മെഷീനറി വർക്ക് ചെയ്താൽ മാത്രമേ റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കുടിവെള്ളം പലയിടത്തും കിട്ടുന്നില്ല. ടാങ്കർ അതാത് സ്ഥലത്ത് എത്തണമെങ്കിൽ കൂടെ ഒരു മെഷീനറി വർക്ക് ചെയ്യണം. ആ മെഷീനറിയെ തടസ്സപ്പെടുത്തുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി. പിന്നെ ഇനി ഏതൊക്കെ ഏതൊക്കെ തരത്തിൽ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാലും ഞങ്ങളിവിടെ വരും, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയുണ്ടാകും. അത് അത്തരത്തിൽ അറിഞ്ഞ് പെരുമാറണം എന്നാണ് പറയുന്നത്. പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്നു, പ്രതിപക്ഷ അംഗങ്ങളെ ബഹുമാനിക്കുന്നു. അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പലരും വിളിച്ചിട്ട് പറയുന്നത് അവരുടെ പ്രതിപക്ഷ അംഗങ്ങൾ വിളിച്ചിട്ട് അവരുടെ പാർട്ടി തെരുവുനായ്ക്കളുടെ ശല്യം കൊണ്ടൊന്നും പിടിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ ഈ മെഷീനറി ഫംഗ്ഷൻ ചെയ്താലല്ലേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു അംഗം പറയട്ടെ, ഞങ്ങളുടെ ഭാഗത്തൊരു ആവശ്യം ഉന്നയിച്ചു, ഞങ്ങൾ പ്രതിപക്ഷത്താണ്, ചെയ്തില്ല എന്നാരെങ്കിലും പറയട്ടെ. സാധ്യമായിട്ട് അവിടെ സമരങ്ങളെ റെസ്പെക്ട് ചെയ്തു. കോർപ്പറേഷൻ്റെ വസ്തുവകൾ നശിപ്പിച്ചുകൊണ്ടോ മേയറെയും മറ്റ് ഭരണത്തിൽ നേതൃത്വം കൊടുക്കുന്നവരെയും തടഞ്ഞുകൊണ്ടോ ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ടുള്ള സമരങ്ങൾ ഒഴിവാക്കണം. കൗൺസിലർമാരല്ലാതെ പുറത്തു നിന്ന് വരുന്ന പൊതുപ്രവർത്തകർ കോർപ്പറേഷൻ കോമ്പൗണ്ടിനകത്ത് കയറി സമരം ചെയ്യുന്നത് അതിനെയും നിയന്ത്രിക്കും. അതാണ് രാഷ്ട്രീയ പാർട്ടി. അല്ലെങ്കിൽ രജിസ്ട്രേഷനുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരും പ്രവർത്തകരും കോർപ്പറേഷൻ ഉപയോഗിക്കും. അവർ കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ അവരെ കൗൺസിലർമാരെ പോലെ കൺട്രോൾഡ് ഫോഴ്സ് ആയിരിക്കും.
ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആയിരിക്കും. അവർ വരുമ്പോഴേക്കും ഇപ്പോൾ ഈ പല സ്മാർട്ട് സിറ്റി പദ്ധതികളിലൊക്കെ ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ളതൊക്കെ തന്നെ വളരെ വിലപിടിപ്പുള്ളതാണ്. ഇപ്പോൾ ചില റൂമുകളിലിരിക്കുന്ന ടി വി ഒക്കെ തന്നെ ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ സൗകര്യത്തിലൊക്കെയാണ് ഇത് വച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഉള്ളതും തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുക്കളാണ് നശിപ്പിക്കുന്നത്. അതുകൊണ്ട് കൗൺസിലേഴ്സ് ആകുമ്പോഴേക്കും ഒരു കൺട്രോൾഡ് ഫോഴ്സ്, അവരെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാർ അവർക്ക് കാണിക്കും. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ കോർപ്പറേഷൻ ബിൽഡിങ്ങിനകത്ത് കയറി സമരം ചെയ്യുന്ന ചില സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെല്ലാം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും 2:30 അവിടെ നിന്ന് ചെമ്പഴന്തി ഉദയൻ, പാറ്റൂർ രാധാകൃഷ്ണൻ, കരമനാജിത്ത്, MR ഗോവ ഉൾപ്പെടെ ഇവിടെ അയച്ചിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊടുത്തു. 4 മണിയായപ്പോൾ മേയർ പങ്കെടുത്ത് ചർച്ച ചെയ്യേണ്ട 2 നഗരങ്ങൾ മാറ്റിയിട്ടുണ്ട്. മേയർ ഇവിടെ എത്തി അയക്കുന്നു. ഇതിലപ്പുറം വേഗതയിൽ ഏത് തരത്തിൽ രാത്രി 10 മണിക്കും 11 മണിക്കും ഒക്കെ നിങ്ങളിവിടെ വന്നിട്ടുള്ളവരുണ്ടാകാൻ ഇവിടെ ആ സമയത്ത് ചർച്ചകൾ നടക്കുകയാണ്, ജനങ്ങൾ വരികയാണ്. മേയറെ കാണാൻ വേണ്ടി വരുന്ന ആർക്കെങ്കിലും കാണാൻ പറ്റിയില്ലെന്ന് പറയാം. തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്ത് ഞാൻ സ്ഥലം എല്ലാം പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി കോർപ്പറേഷനിൽ വരുന്നു. ചിലത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും വ്യക്തിപരമായിട്ടൊക്കെ, ചിലത് സാധിക്കുന്നതല്ല. അപ്പം ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദിവസം ഇവിടെ പ്രധാനപ്പെട്ട ആരും അവധി ഈ ഓഫീസിൽ ഒരു ഫംഗ്ഷൻ ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ പ്രവർത്തിക്കുന്ന ഇതിലപ്പുറം എന്താണ് മനുഷ്യസാധ്യമാകുന്നത്? ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു 5 വർഷത്തേക്ക് ഏറ്റവും സേഫായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനുശേഷവും 2047 വരെ 2047 ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ മുന്നിലുള്ള ലക്ഷ്യം, കേന്ദ്ര ഗവൺമെൻറ് മുന്നിലുള്ള ലക്ഷ്യം, അതുവരെ ഏറ്റവും സേഫായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞിരിക്കുന്നു. 2047 ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആയി മാറുമ്പോൾ അതിന് ഒരു കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് തിരുവനന്തപുരം. അതിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമം ഞങ്ങൾ ആരംഭിച്ചു, ശക്തമായിട്ട് പോകുന്നു. ഈ 27 ഈ വരുന്ന തിങ്കളാഴ്ച ഒരു സമര പരിപാടികൾക്ക്, കോർപ്പറേഷൻ തന്നെ സമര പരിപാടികൾക്കൊക്കെ അവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ഒരു നീക്കം കൂടി ഇപ്പോൾ UDF നേതൃത്വം നടത്തുന്നു. സമരം ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞു ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ സമരം ചെയ്തു. ശബരിനാഥ് സമരം ചെയ്ത് 6 മാസം അല്ലായിരുന്നു പറയുന്നത് കോർപ്പറേഷൻ സമരം ചെയ്യാൻ. ഞാൻ സമരം ചെയ്തവരും ഇവിടെ ഇപ്പോൾ ഉള്ളത് സമരം ചെയ്തിട്ടുണ്ട് ഈ കോർപ്പറേഷൻ. സമരമൊക്കെ ജനാധിപത്യപരമായുള്ള എല്ലാ സമരങ്ങളെയും ഞങ്ങൾ ബഹുമാനിക്കും. പിന്നെ മുനിസിപ്പൽ ആക്ടിലും ജനപ്രാതിനിധ്യ നിയമത്തിലൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും, അത് അവിശ്വാസമാവട്ടെ ഏത് കാര്യങ്ങളും ഓപ്റ്റ് ചെയ്യാനുള്ള അവകാശം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതിനെയും ബഹുമാനിക്കും.